ഹലോ ഗൈസ്, ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത് റെഡ്മി നോട്ട് 6 പ്രോ എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡെഡായി പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരെ ഈ സെറ്റ് അഴിച്ച് ഡി സിയിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും 150 മില്ലി ആംപിയർ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് EMMC റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആണെന്ന്. അപ്പോൾ നമ്മൾ നേരെ ഡയറക്റ്റ് ഇതിനകത്ത് EMMC റിമൂവ് ചെയ്തിട്ട് ഈ EMMCയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം, ഇതിനകത്തുള്ള പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം അതുമാത്രമല്ല, ഇതിനകത്ത് ഇത് MIC അല്ല വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ EMMC ലിഫ്റ്റ് ചെയ്തെടുക്കാനും പ്രത്യേകിച്ച് പാടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബോർഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് EMMC നമ്മൾ റീബോൾ ചെയ്തെടുത്ത് നമ്മൾ ക്ലീനാക്കി നേരെ ഈ UFI ബോക്സിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ EMMC പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പം നമ്മൾ അതിലോട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇതേപോലെ കുറച്ച് എറർ മെസ്സേജ് കാണിക്കുന്നുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ EMMC ഡെഡായിപ്പോയി. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു EMMC ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പകരം വേറൊരു EMMC എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള പഴയ ഫയൽസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു റെഡ്മി നോട്ട് 6 പ്രോയ്ക്ക് സപ്പോർട്ട് ആവുന്ന രീതിയിൽ നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി ഈ ഒരു എന്താ പറയുക, കോൾക്കത്തിന് സപ്പോർട്ടാവുന്ന രീതിയിലുള്ള പാർട്ടീഷനും ചെയ്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ബോർഡിലോട്ട് ഫിക്സ് ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ മദർ ബോർഡൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മണ്ടിലോട്ട് നമ്മൾ EMMC കറക്റ്റായിട്ട് തന്നെ ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ EMMCയും ഇതേപോലെ ഈ നോട്ട് 6 പ്രോയിൽ വെക്കാൻ പറ്റത്തില്ല. പ്രത്യേകം ചില മോഡലുകൾ മാത്രമേ ആ ഒരു ഫ്ലാഷ് ഫയൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ ഫോൺ EDL പോയിൻ്റ് വെച്ചിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഫ്ലാഷ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നോർമലി ഫോൺ ഫ്ലാഷ് ചെയ്യുന്ന പോലെ തന്നെ ഫ്ലാഷിങ് നടക്കുന്നുണ്ട്. സോ നമ്മളിവിടെ ഇതിൻ്റെ ഫ്ലാഷിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സെറ്റ് കണ്ട ഇപ്പോൾ ഫ്ലാഷ് കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി റീബൂട്ടായിട്ട് ഫസ്റ്റ് ലോഗോയിൽ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനി കുറച്ച് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ റൈറ്റ് ചെയ്ത് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോൺ ഫുള്ള് പാക്ക് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഫോണ് ലോഗോയിൽ നിൽപ്പുണ്ട്. ഓക്കെ, ഫോൺ കംപ്ലീറ്റ് ആയിട്ട് ഓൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ക്യാമറയൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം, എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാമറയും അതേപോലെ തന്നെ ഇതിനകത്തുള്ള മെയിൽ നമ്പറും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തുള്ള വീഡിയോകൾ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.